2023 കഴിഞ്ഞ് നമ്മൾ 2024ലേക്ക് കയറാനായിട്ട് പോവാം. നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പ്ലാൻസുകൾ ഒന്നും തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത്. പ്രതീക്ഷകൾ അറ്റൈൻ ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമ്പർ 1, നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പ്ലാൻസുകൾ ഒന്നും തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത്. ആ പ്ലാൻസുകൾ നമ്മുടെ സ്വന്തം പ്ലാൻസ് ആണ്. അത് അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാവൂ. നമ്പർ 2, നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, നമ്മുടെ വർക്കിംഗ് സ്പേസിലും ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഒന്നും തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കും നമ്മുടെ ഇഷ്യൂസ് സോൾവ് ചെയ്ത് തരാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോടുമായിട്ട് ഷെയർ ചെയ്യുന്നത്? സോ ഡോണ്ട് ഷെയർ അവർ ഇഷ്യൂസ്. നമ്പർ 3, ഇൻകം. ചെറിയ ഇൻകം ആയിക്കോട്ടെ, നമ്മുടെ വരുമാനം ചെറിയ ഇൻകം ആയിക്കോട്ടെ, വലിയ ഇൻകം ആയിക്കോട്ടെ, അത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമ്മുടെ വരുമാനം, അത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. നമ്പർ 4, നമുക്കൊരു പേഴ്സണൽ ഹാപ്പിനെസ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഹോബി ആകാം. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമ്മുടെ പേഴ്സണൽ തിങ് ആണ്. അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. നമ്പർ 5, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട് ജീവിതത്തിൽ. 2030 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഈ ലക്ഷ്യം അറ്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ 2028 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഈ ലക്ഷ്യം അറ്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു 40 വയസ്സാകുമ്പോൾ 50 വയസ്സാകുമ്പോൾ ഈ ലക്ഷ്യത്തിൽ എത്തണം. ഇത് നമ്മളുടെ മനസ്സിലിരുന്നാൽ മതി. ഇത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഈ 5 ടിപ്സ് ഓർത്തിരിക്കുക. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ.